ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ മികച്ച സ്റ്റോക്കുകൾ നമുക്ക് സ്വിംഗ് ട്രേഡിനായിട്ട് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ വരുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റോക്ക് ബൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകളൊന്നും മോശം ആണ് എന്നല്ല പറയണത്. എന്തു കാര്യം നമ്മൾ കുറച്ച് സമയം ചിലവാക്കി കഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തമായി ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, എന്തു കാര്യവും നിങ്ങൾ ടെക്നിക്കലി അതിൻ്റെ ബ്രേക്കൗട്ട് സപ്പോർട്ടൊക്കെ നോക്കി ഒരു സ്റ്റോക്കിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻറ്റ് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്യുക. ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് tickertap.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ക്രീനർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടാവും നിങ്ങൾ പോവുക. ഇവിടെ നമുക്ക് 5353 സ്റ്റോക്കുകൾ ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളിൽ പോയിട്ട് അതിൻ്റെ ബ്രേക്കൗട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഫിൽട്ടർ ചെയ്ത് എടുത്ത് വളരെ കുറച്ച് ഒരു 5-8 സ്റ്റോക്കുകളായിട്ട് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും സ്റ്റോക്ക് യൂണിവേഴ്സ്, സെക്ടർ, മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റൽ എത്ര വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1500 കോടിക്ക് മുകളിലുള്ള കമ്പനിയാണ് എനിക്ക് വേണ്ടത്. അതിനായിട്ട് അവിടെ 1500 കോടി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും 1286 സ്റ്റോക്കുകളായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1500 ടു ഇപ്പുറത്തുള്ള കോളം, റൈറ്റ് സൈഡിലുള്ള കോളം നിങ്ങൾ അവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 1500 കോടിക്ക് മുകളിലുള്ള കമ്പനി ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് മൊത്തം. ഇനി നമുക്ക് സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ലാർജ് ക്യാപ്പോ അത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതൊന്നും നോക്കണ്ട. ഇവിടെ നമുക്ക് ഇനി ക്ലോസ് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര രൂപയുടെ സ്റ്റോക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ്. ഞാനൊരു 150 രൂപയ്ക്ക് മുകളിലുള്ള സ്റ്റോക്കാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ 1096 സ്റ്റോക്കുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡെയിലി വോളിയം എന്നുള്ള ഒരു കോളം ഇവിടെ കാണാം. മൂന്നാമതായിട്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം എത്ര വോളിയം വേണോ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ലക്ഷത്തിന് മുകളിലുള്ള വോളിയമാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ 684 സ്റ്റോക്കുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പെർസെൻറ്റേജ് അവേ ഫ്രം 52 വീക്ക് ഹൈ എന്ന് ഇവിടെയുള്ള ഒരു കോളം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 52 വീക്കിന് ഹൈക്ക് അടുത്തുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ബ്രേക്കൗട്ട് നടക്കാൻ പ്രോബബിലിറ്റി ഉള്ളതൊക്കെ നമുക്ക് നോക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എത്ര ശതമാനത്തിന് അടുത്തുള്ളതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 to 15 കൊടുക്കുക. 10 to 15 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വെറും 69 സ്റ്റോക്കുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫിൽറ്റർ നമുക്ക് കൊടുക്കേണ്ടത് 1 മന്ത് റിട്ടേൺ VS നിഫ്റ്റി എന്ന് കാണാം. അഥവാ നിഫ്റ്റിയേക്കാളും കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് റിട്ടേൺ കൂടുതൽ തന്ന സ്റ്റോക്കുകളാണ് വേണ്ടത്. അതിനായിട്ട് എത്ര ശതമാനം റിട്ടേൺ തന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതും നമുക്കൊരു 10 to 20 കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയും വെറും 7 സ്റ്റോക്കുകൾ മാത്രമേ നമുക്കിവിടെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കൊക്കെ ഈ ഒരു കണ്ടീഷൻ കൊടുത്ത പ്രകാരം ഉള്ള സ്റ്റോക്കുകളാണ്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് മാർക്കറ്റ് ക്യാപിറ്റൽ എത്ര ഉണ്ട് എന്നാണ്. അത് 1500 കോടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈക്ക് അടുത്താണ്. അത് 10 to 15% വരെ അടുത്തുള്ളതാണ്. അതുപോലെ 1 മന്ത് റിട്ടേൺ തന്നിട്ടുള്ളത് 10 to 20% ഇടയിലുള്ളതൊക്കെ ഇവിടെ ഉണ്ട് ഈ സ്റ്റോക്കിൽ നമുക്ക്. അഥവാ നിഫ്റ്റി മോശം പെർഫോമൻസ് ആണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ നിഫ്റ്റി താഴോട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ നിഫ്റ്റിയേക്കാളും മുകളിൽ പോയി എന്ന് അർത്ഥം. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം ബുള്ളിഷ് ആവാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ ഇതിൻ്റെ ബ്രേക്കൗട്ടും ടെക്നിക്കലി സപ്പോർട്ടും അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമുക്ക് പരിഗണിക്കാം. അതുമാത്രമല്ല ഈ 7 സ്റ്റോക്കുകളും ഇത് നിങ്ങളെ ട്രേഡിംഗ് വ്യൂവിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അനന്റ് രാജ് LTD അതിൻ്റെ സബ് സെക്ടർ ഏതാണെന്ന് കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ കാണാം 28,373 കോടിയാണ്. അതിൻ്റെ ക്ലോസ് പ്രൈസ് ലാസ്റ്റ് ക്ലോസ് ചെയ്തത് 829 രൂപയിലാണ്. ഡെയിലി വോളിയം കാണാം. പിന്നെ 52 വീക്ക് ഹൈക്ക് അടുത്താണോ അല്ലെങ്കിൽ എത്ര ശതമാനം ഇനി മൂവ് ചെയ്യാനുണ്ട് 52 വീക്ക് ഹൈക്ക് അതവിടെ കാണാം. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ നെയിം നമുക്കിവിടെ കോപ്പി ചെയ്യാം. എല്ലാ സ്റ്റോക്കുകളും ഞാൻ ട്രേഡിംഗ് വ്യൂവിലൂടെ നിന്ന് കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടിയ 7 സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് വ്യൂ നോക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അനന്റ് രാജ് LTD എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്കൊന്ന് നോക്കാം. അതുപോലെ 3-4 സ്റ്റോക്ക് ഞാനെടുത്ത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇത് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ലൈവ് മാർക്കറ്റിലാണ്, ക്ലോസ് ചെയ്തിട്ടില്ല. 893 ആ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യം അവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നു കാണാൻ കഴിയും. ഇവിടുന്ന് റിജക്ഷൻ വന്നു, വീണ്ടും മുകളിലോട്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് തന്നു. ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് 937 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് അപ് ട്രെൻഡിലാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ് എപ്പോഴും നമ്മളൊരു സ്വിങ്ങിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കാറ്. ഒന്നില്ലെങ്കിൽ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മേജർ സപ്പോർട്ടിൽ വരുമ്പോൾ ഒക്കെ നമ്മൾ എൻട്രി എടുക്കാറുണ്ട്. അപ്പോൾ ബൈ ലോ സെൽ ഹൈ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എപ്പോഴും ഒരു കറക്ഷൻ വന്നു, ഒരു കറക്ഷൻ വരുന്നു, മുകളിലോട്ട് പോകുന്നു, ഒരു കറക്ഷൻ വരുന്നു, മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് കൂടുതലും സ്വിംഗ് ട്രേഡേഴ്സ് ബ്രേക്കൗട്ട് ട്രേഡുകൾ എടുക്കുന്നത്. ഇനി നമുക്ക് കോൺകോർഡ് ബയോടെക് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് അടുത്തായിട്ട് നോക്കി വെക്കാം. ഇതും ഇവിടുന്ന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് 2679 എത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2280 ഇതും ഇവിടുന്ന് അത്യാവശ്യം നന്നായിട്ട് കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്ന് റീടെസ്റ്റ് ഫോം ചെയ്തതായിട്ട് കാണാം. ഈ ഒരു ഏരിയയിൽ ബ്രേക്കൗട്ട് നടന്ന് റീടെസ്റ്റ് ചെയ്ത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയും. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ന്യൂജൻ സോഫ്റ്റ്വെയർ LTD ആണ്. ന്യൂജൻ സോഫ്റ്റ്വെയർ LTD ഓക്കെ. ഇതും കാണാം. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല അപ് ട്രെൻഡിൽ തന്നെയാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈക്ക് വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക്. 1761.80 മുകളിലൊക്കെ ഒരു ക്ലോസ് കിട്ടി, ഒരു 1 ഡേ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. നമുക്ക് ബ്രേക്കൗട്ട് കൺഫേം ചെയ്യാം. വീണ്ടും ഒരു റീടെസ്റ്റൊക്കെ വന്നിട്ട് എടുക്കുന്നതാണ് സേഫ് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ ഇതിവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കണ്ടിട്ട് നിങ്ങൾ ബൈ ചെയ്യാനോ സെൽ ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള റെക്കമെൻഡേഷൻ കാര്യങ്ങളല്ല. ഇത് സ്റ്റഡി ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുക, പ്രത്യേകിച്ച് തുടക്കക്കാർ. അടുത്തതായിട്ട് വിജയ ഡയഗ്നോസ്റ്റിക് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ ഓൾ ടൈം ഹൈ 1278 ആ ഒരു റേഞ്ചൊക്കെയാണ്. അപ്പോൾ സപ്പോർട്ട് എപ്പോഴും ഒരു സോണാക്കി വരക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ റെസിസ്റ്റൻസ്, അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് സോണ്, ഇങ്ങനെയൊക്കെ ഇതിനെ നോക്കി ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതാണ് നമുക്ക് ഒരു റെക്കമെൻഡേഷൻ കിട്ടുമ്പോൾ ഇതുപോലുള്ള സ്ട്രക്ചറുകൾ നമുക്ക് മനസ്സിലാക്കുകയില്ല. റെക്കമെൻഡേഷൻ തരുന്നു, നമ്മൾ വാങ്ങുന്നു, അവർ പറയുന്ന സ്ഥലത്ത് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെരിമെൻറ്റും ഇതിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സ്വയം ഇതുപോലെ ചാർട്ടുകളൊക്കെ റീഡ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് രീതിയിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.